രാജ്യം അതിതീവ്രമായ പ്രകൃതി ദുരന്തമോ തീവ്രവാദി ആക്രമണമോ ഒക്കെ നേരിടുന്ന സമയത്ത് ജനങ്ങളെ പരിഭ്രാന്തരാകുന്ന തരത്തിലോ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലോ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന തരത്തിലോ ഉള്ള വാർത്തകൾ പടച്ചുവിടരുതെന്ന് പലപ്പോഴും സർക്കാർ തലത്തിൽ തന്നെ എല്ലാവർക്കും കർശന നിർദ്ദേശം കൊടുക്കുന്നതാണ്. ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ശക്തമായ തിരിച്ചടി പാകിസ്ഥാൻ ഇന്ത്യ കൊടുക്കുകയും അതിനെ തുടർന്ന് അതിർത്തിയിൽ രൂക്ഷമായ പോരാട്ടം നടക്കുകയും ചെയ്യുമ്പോഴും ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നത് സൈന്യത്തിന് പോലും അപകടം വരുത്താൻ കാരണമാകുമെന്ന നിർദ്ദേശത്തോടുകൂടി അത് ചെയ്യരുത് എന്ന് നിർദ്ദേശം പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ചിലർക്ക് സോഷ്യൽ മീഡിയയിൽ ചിലതൊക്കെ പങ്കുവച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. സമയവും സാഹചര്യവും നോക്കാതെ ഒന്നിച്ചു നിൽക്കേണ്ട ഈ സമയത്ത് തന്നെ ഇത്തരം ബോധക്കുറവ് കാണിക്കുന്നത് തീർത്തും അപലപനീയമാണ്. ഒരുപക്ഷെ ഒരാൾ അശ്രദ്ധമായി ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഒരു രാജ്യം മുഴുവൻ അതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരം തെറ്റായ വാർത്തകൾ പടച്ചുവിടുന്ന സോഷ്യൽ മീഡിയ സൈറ്റുകളൊക്കെ തന്നെ കർശന നിരീക്ഷണത്തിലാക്കിയിരുന്നു. ചില വാർത്തകൾ നീക്കം ചെയ്യുകയും ചിലർക്ക് താക്കീത് നൽകുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഇതേപോലെ തന്നെയുള്ള മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. മലയാളികൾക്ക് മുഴുവൻ നാണക്കേടായ ഒരു വാർത്ത. ഓപ്പറേഷൻ സിന്ധൂരിനെ സമൂഹ മാധ്യമത്തിൽ വിമർശിച്ചെന്നാരോപിച്ച് നാഗ്പൂരിൽ മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്ത മലയാളി യുവാവിനെ കോടതി 13 വരെ പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. ആക്ടിവിസ്റ്റ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനുമായ കൊച്ചി ഇടപ്പള്ളി സ്വദേശി റിജാസ് എം ഷിബ സൈദീഖിനെയാണ് സർക്കാരിനെതിരെ യുദ്ധം ചെയ്യാൻ, കലാപ ആഹ്വാനം എന്നിവയടക്കമുള്ള കുറ്റങ്ങൾ ആരോപിച്ച് നാഗ്പൂർ പോലീസ് ഹോട്ടലിൽ നിന്നും പിടികൂടിയത്. പിന്നാലെ റിജാസിന്റെ സുഹൃത്തായ നാഗ്പൂർ നിവാസിയായ ഉഷാ കുമാരി എന്ന 22-കാരിയെയും അറസ്റ്റ് ചെയ്തു. മാവോയിസ്റ്റ് സംഘടനയുമായി റിജാസ് ബന്ധം പുലർത്തിയെന്ന ആരോപണവും എഫ്ഐആറിലുണ്ട്. കേരളത്തിലും റിജാസിനെതിരെ കേസുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വഴിയും പാകിസ്ഥാനിലെ മുഖ്യധാര മാധ്യമങ്ങൾ വഴിയും ആക്രമണങ്ങൾ സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതായി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വെളിപ്പെടുത്തിയിരുന്നു. ഇന്ത്യക്കാരെ ഭയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്നും ഇവയുടെ സാധുത നിരന്തരം പരിശോധിച്ച് വരികയാണെന്നും PIB പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴിയും വസ്തുതാവിരുദ്ധമായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്നും ഇവയെല്ലാം ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട് എന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന 7 വീഡിയോകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയതെന്നും അവർ പറഞ്ഞു. ജലന്ധറിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിന്റെ എന്ന തരത്തിൽ വീഡിയോ പ്രചരിച്ചിരുന്നു എന്നും അത് ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു എന്നും പറഞ്ഞു. എന്നാൽ ഇത് ഒരു കൃഷിയിടത്തിലെ തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങളാണെന്ന് പിന്നീട് പരിശോധനയിൽ വ്യക്തമായി. ഒരു ഇന്ത്യൻ പോസ്റ്റ് പാകിസ്ഥാൻ സൈന്യം തകർത്തതായാണ് മറ്റൊരു വീഡിയോ പ്രചരിച്ചത്. നിരവധി വ്യാജവും സ്ഥിരീകരിക്കാത്തതുമായ അക്കൗണ്ടുകൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ത്യൻ സൈന്യത്തിൽ ഈ അവകാശവാദം പൂർണ്ണമായും തെറ്റാണെന്ന് PIB പിന്നീട് കണ്ടെത്തി. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ മിസൈൽ ആക്രമണം നടത്തിയെന്ന തരത്തിലുള്ള അവകാശവാദവുമായി ഒരു പഴയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ ഈ വീഡിയോ 2020-ൽ ലെബനനിലെ ബെയ്റൂട്ടിൽ നടന്ന ആക്രമണത്തിന്റേതാണെന്ന് പിന്നീട് വ്യക്തമായി. ഇന്ത്യയിലുടനീളമുള്ള വിമാനത്താവളങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ടെന്നും വിമാനത്താവളങ്ങളെല്ലാം അടച്ചുപൂട്ടിയെന്നും പെട്രോൾ പോലും ലഭിക്കില്ല എന്നുമുള്ള വാർത്തകളൊക്കെ വ്യാജമാണെന്ന് കണ്ടെത്തി. യുദ്ധസംബന്ധമായ നിരവധി തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്താനും ഭയപ്പെടുത്താനുമാണ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. ഇത്തരം നീക്കങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം.